ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഇല്ലാത്ത ക്രിസ്ത്യാനികളുടെ വീട് വളരെ ചുരുക്കമായിരിക്കും അല്ലേ? നല്ല വെളുത്ത് സായിപ്പിനെ പോലെ ഉള്ള ഇമേജ് അത് എല്ലാവർക്കും പരിചിതമാണ്. നല്ല നീല കണ്ണുകൾ, ചെമ്പൻ മുടി, അങ്ങനെ ഒരു സ്റ്റൈലിഷ് കർത്താവ്. പക്ഷേ അവൻ ജീവിച്ചിരുന്നപ്പോൾ ശരിക്കും അങ്ങനെ ആയിരുന്നോ? ചില ആധുനിക സിദ്ധാന്തങ്ങൾ പറയുന്നു അവൻ ഒരു കറുത്ത വർഗ്ഗക്കാരൻ ആണെന്നൊക്കെ. പക്ഷേ അവനൊരു തച്ചൻ്റെ മകനല്ലേ? അവൻ്റെ സഹോദരങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഇല്ലേ എന്ന് പറഞ്ഞ് യഹൂദർ ആശ്ചര്യപ്പെട്ടെങ്കിൽ അവനൊരു യഹൂദനെ പോലെ ആയിരിക്കുകയില്ലേ ഇരുന്നിട്ടുണ്ടാവുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ കുറേ പ്രാവശ്യം ഇൻ്റർനെറ്റിലൊക്കെ പരതി നോക്കി. പല സിദ്ധാന്തങ്ങളും കിട്ടി. അതിൽ ഷ്രൗഡ് ഓഫ് ടൂറിൻ എന്ന് അറിയപ്പെടുന്ന യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞ ആ ലിനൻ ക്ലോത്തിൽ നിന്നുള്ള എക്സ്റേ പോലത്തെ ഇമേജ്, അതാണ് ആകെയുള്ള ഒരു തെളിവ്. എന്തുകൊണ്ട് ആ കാലത്ത് ആരും യേശുവിനെ വരച്ചില്ല? സംശയങ്ങൾ പലത്. ദൈവത്തിന് സ്തോത്രം. എന്തുമാകട്ടെ, എൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. എന്നാലും യേശു ആരെ പോലെ ഇരുന്ന് കാണും? അവസാനം ഞാൻ ആ സത്യം കണ്ടെത്തി. ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ കാൽവരി മലയുടെ അടിഭാഗത്തുകൂടെ കടന്നു പോവുകയായിരുന്നു. പോകുമ്പോൾ 3 കുരിശുകൾ നാട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു. നടുവേ ക്രൂശിച്ചിരിക്കുന്നത് യേശുവാണെന്ന് കേട്ടപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നു. അവനെ കുരിശിൽ തറച്ചവർക്ക് വേണ്ടി മറ്റും അവൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായ്ക കൊണ്ട് ഇവരോട് പൊറുക്കണമേ. മരണവേദന അനുഭവിക്കുന്നതിനിടയിൽ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്തൊരു കൂട്ടായ്മയാണ് അവന് അവൻ്റെ പിതാവുമായി. ഞാനൊക്കെ ഒന്ന് നടക്കുമ്പോൾ കാല് വല്ല കല്ലിലും തട്ടിയാൽ അറിയാതെ ശാപവാക്കുകളാണ് വായിൽ നിന്ന് വരിക. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാനും അവനും 2 അറ്റത്ത് നിൽക്കുന്ന വ്യക്തികളാണെന്ന് ആ ഒരു സത്യം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവൻ്റെ പിതാവ് ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും, അതായത് ജീവിച്ച് മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും ഇനി ജീവിക്കാൻ പോകുന്നവരുടെയും പാപം അവൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചു. യെശയ്യാ 53:6. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അതുവരെയും അപ്പാ എന്ന് വിളിച്ചവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കാൻ തുടങ്ങി. കുറച്ചു മുന്നേ അപ്പ എന്ന് വിളിച്ചവൻ ഇപ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നു. അപ്പ എന്ന് വിളിക്കാനുള്ള പ്രാഗൽഭ്യം അവന് നഷ്ടപ്പെട്ടു. അവന് അവൻ്റെ അപ്പനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ അപ്പനെ കാണാൻ പറ്റിയില്ല. പിതാവ് മുഖം മറച്ചു കളഞ്ഞു. കാരണം ഇപ്പോൾ കുരിശിൽ കിടക്കുന്നത് ഒരു മുഴുപാപിയാണ്. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ലോകത്തിൻ്റെ മുഴുവൻ പാപവും പേറിയാണ് അവൻ കിടക്കുന്നത്. ദൈവത്തിന് പാപിയുമായി ഒരു ബന്ധവുമില്ല. അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. വെറുതെ കരയുകയായിരുന്നില്ല. ഈ കൊച്ചു പിള്ളേരൊക്കെ വാവിട്ട് നിലവിളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പണ്ട് കണ്ട ഒരു സിനിമാ രംഗം ഓർമ്മ വരുന്നു. വിനീത് ശ്രീനിവാസൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവൻ്റെ അമ്മ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അമ്പലപ്പറമ്പിൽ പൂരത്തിന് അവൻ്റെ കൈപിടിച്ചു കൊണ്ടുപോയിട്ട് മറിഞ്ഞു കളയുന്ന ഒരു സീൻ. ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിരുന്നു ആ അമ്മ അങ്ങനെ ചെയ്തത്. അതുവരെയും അവനോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മ പൊടുന്നനെ ജനക്കൂട്ടത്തിൽ നിന്നും മറഞ്ഞു പോകുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല. അവൻ വാവിട്ട് കരഞ്ഞു. ഈ രംഗം കുറച്ച് വേദനാജനകമായിരുന്നു. ഇതാ യേശു ഒരു ശിശുവിനെ പോലെ നിലവിളിക്കുന്നു. അവൻ്റെ അപ്പനെ കാണാനില്ല. യേശുവിൻ്റെ സുവിശേഷം കേൾക്കാനും രോഗശാന്തി നേടാനും ജനത്തിരക്കായിരുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്നാണ് കർത്താവ് ശുശ്രൂഷ സമയത്ത് പറഞ്ഞു വെച്ചത്. അതുപോലെ തിരക്കും ബഹളവും. ഇപ്പോൾ ആരുമില്ല. ഏതാനും സ്ത്രീകളും ഒരു ശിഷ്യനും മാത്രം അരികെ. എൻ്റെയും നിൻ്റെയും പാപം പിതാവായ ദൈവം അവൻ്റെ മേൽ ചുമത്തിയ
ആ ഒരു നിമിഷമുണ്ടല്ലോ, സൂര്യൻ പോലും ഇരുണ്ടുപോയി എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇതൊരു സിംബോളിക്കാണ്. പാപമുള്ളിടത്ത് വെളിച്ചമില്ല, അവിടെ അന്ധകാരമാണ്. അതാണ് ആ നിമിഷം. ഞാൻ കുറച്ചുകൂടി കുരിശിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഞാൻ അതുവരെയും അന്വേഷിച്ച് നടന്ന ആ രഹസ്യം ഒടുവിൽ ഞാൻ കണ്ടെത്തി. അവൻ ആരെ പോലെ ഇരുന്നു, വേദനാജനകം. ഞാൻ എന്നെ തന്നെയാണ് കുരിശിൽ കണ്ടത്. ആ നിമിഷം അവൻ എന്നെ പോലെയാണ് ഇരുന്നത്. എൻ്റെ ചെയ്തികളുടെ പ്രതിച്ഛായ, എൻ്റെ പാപത്തിൻ്റെ നിഴൽ. നിങ്ങൾ എപ്പോഴെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ കഴിയും. ഈ കൈ കൊണ്ടാണ് ഞാൻ പാപം ചെയ്തത്. അടിച്ചു തകർക്കേണ്ടത് ഈ കൈകളായിരുന്നു. പക്ഷേ അവൻ ആ ശിക്ഷ ഏറ്റെടുത്തു. അവൻ്റെ കയ്യിൽ ആണി തറയ്ക്കപ്പെട്ടു. പാപത്തിലേക്ക് നടന്നു നീങ്ങിയത് എൻ്റെ കാലുകളാണ്. അടിച്ചു തകർത്തത് അവൻ്റെ കാലുകൾ. ഞാൻ ഇന്നും ആരോഗ്യത്തോടെ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏതൊരു പാപി അവനെ നോക്കുന്നുവോ അവനെ തന്നെ അവന് കുരിശിൽ കാണാൻ കഴിയും. അരുതാത്ത ചിന്തകൾ ചിന്തിച്ചതിന് എൻ്റെ തലയിലായിരുന്നു മുൾക്കിരീടം വെച്ച് അമർത്തേണ്ടിയിരുന്നത്. എന്നാലിതാ മുൾക്കിരീടം ചൂടി അവനിതാ എൻ്റെ മുന്നിൽ. ദൈവത്തിന് സ്തോത്രം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവളെ കല്ലെറിയാൻ യഹൂദർ അവളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ എന്തു പറയുമെന്ന് നോക്കി യഹൂദർ നിന്നു. മഗ്ദലേന മറിയം, അതാണ് അവളുടെ പേര്. യേശു ആ സമയത്ത് എന്തോ കുനിഞ്ഞിരുന്ന് മണ്ണിൽ വിരൽ കൊണ്ട് എഴുതി. എന്താണ് എഴുതിയതെന്ന് ഒരു സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ അത് യേശുവിൻ്റെ അടുത്ത് നിന്ന ആ സ്ത്രീ മാത്രമായിരിക്കുമോ കണ്ടിട്ടുണ്ടാവുക. ചിലർ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന യഹൂദരുടെ പാപങ്ങളായിരിക്കും യേശു എഴുതിയിട്ടുണ്ടാവുക എന്ന്. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു ഭാവനയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ? ഒരു പക്ഷേ യേശു വ്യഭിചാരം ചെയ്ത ആ സ്ത്രീയുടെ ശിക്ഷാവിധി ആയിരിക്കും കുനിഞ്ഞു നിലത്ത് എഴുതിയിട്ടുണ്ടാവുക. അതായത് അവളുടെ പാപത്തിൻ്റെ ശിക്ഷ. രഹസ്യത്തിൽ വ്യഭിചാരം ചെയ്ത നിന്നെ പരസ്യമായ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് നിന്റെ ആ മാദകത്വം തുളുമ്പുന്ന യുവമേനിയിൽ നിന്നും വസ്ത്രങ്ങൾ പറിച്ചു മാറ്റി നിന്നെ ഭൂമിയോളം അപമാനിതയാക്കി നിന്റെ ആ യൗവനത്തിൻ്റെ തിളപ്പിൽ സുഖം പൂണ്ട ആ ശരീരത്തിൽ നിന്നും മാംസം പച്ചയ്ക്ക് പിച്ചിപ്പറിച്ച് അവസാന തുള്ളി രക്തം വരെ വാർന്നു വീണ് നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണം. ഒരു പക്ഷേ ഇങ്ങനെ ഒരു കഠോര വാക്കുകളായിരിക്കുകയില്ലേ യേശു കുനിഞ്ഞു നിലത്ത് എഴുതിയത്? അവളിത് വായിച്ചപ്പോൾ അവളുടെ മുട്ടുകൾ കൂട്ടി ഇടിക്കുന്നുണ്ടായിരുന്നിരിക്കാം. ചുറ്റും നോക്കിയപ്പോൾ യഹൂദർ കല്ലെറിയാൻ തയ്യാറായി നിൽക്കുന്നു. അവൾ മരണശിക്ഷ ഉറപ്പാക്കി. എന്നിട്ട് യേശു തിരിഞ്ഞ് യഹൂദരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ. ഇത് കേട്ടപ്പോൾ എല്ലാവരും കല്ല് താഴെയിട്ടിട്ട് പോയി കളഞ്ഞു. ശേഷം യേശുവും ആ സ്ത്രീയും മാത്രമായി. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ, അവൾ വിറയലോടെ മറുപടി പറഞ്ഞു. അവൾ നിരൂപിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം, ഒരുപക്ഷെ യേശു തനിയെ ഇവൾക്ക് ശിക്ഷ നടപ്പാക്കുമെന്ന്. അപ്പോൾ യേശു മൃദുല സ്വരത്തിൽ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ സമാധാനത്തോടെ അവിടെ നിന്ന് പോയി. അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ലഭിച്ചു. ഒപ്പം മനസ്സിൽ ഒരു ചോദ്യചിഹ്നവും, അപ്പോൾ എൻ്റെ ശിക്ഷാവിധി എവിടെ? അവൾ സമാധാനത്തോടെ രാത്രികളിൽ കിടന്നുറങ്ങി. പക്ഷേ ഇടയ്ക്ക് കണ്ണു തുറക്കുമ്പോൾ ഒരു അശരീരി. വീണ്ടും അതേ ചോദ്യചിഹ്നം, അപ്പോൾ എൻ്റെ ശിക്ഷാവിധി എവിടെ? ഈ സ്ത്രീയും കാൽവരയിൽ യേശുവിൻ്റെ കുരിശിൻ കീഴിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളും മുഖമുയർത്തി യേശുവിനെ നോക്കി. അവൾ നടുങ്ങിപ്പോയി. അവൾക്ക് അന്ന് യേശു എഴുതി വച്ച അവളുടെ ശിക്ഷാവിധി ഓർമ്മ വന്നു. ഇതാ അവളുടെ ശിക്ഷാവിധിക്ക് ഒട്ടും മാറ്റമില്ലാതെ അവളത് മുന്നിൽ കാണുന്നു. നിന്നെ പരസ്യമായ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് നിന്റെ ആ യുവമേനിയിൽ നിന്നും വസ്ത്രങ്ങൾ പറിച്ചു മാറ്റി നിന്നെ ഭൂമിയോളം അപമാനിതയാക്കി നിന്റെ ആ ശരീരത്തിൽ നിന്നും മാംസം പിച്ചിപ്പറിച്ച് അവസാന തുള്ളി രക്തം വരെ വാർന്ന് നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണം.
ഒരു ശൂലം പോലെ എന്തോ അവളുടെ ഹൃദയത്തിലൂടെ കടന്ന് എൻ്റെ ശിക്ഷാവിധി എവിടെ എന്ന ആ ചോദ്യചിഹ്നം തച്ചുടച്ചു. അവളുടെ ഹൃദയം തുറന്നു. അവൾക്ക് അവളെ തന്നെ കുരിശിൽ കാണാൻ കഴിഞ്ഞു. എൻ്റെ ശിക്ഷാവിധി ഇതാ എൻ്റെ മുന്നിൽ. അതുവരെയും ആ അന്തരീക്ഷത്തിൽ കട്ടച്ചോരയുടെ മണമായിരുന്നു. ഇതൊരു കുന്നായതുകൊണ്ട് എപ്പോഴും കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ വായു നിറയെ ചോരയുടെ അംശമായിരുന്നു. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു മിസ്റ്റ് നമ്മുടെ മുഖത്ത് വീശാറില്ലേ, അതുപോലെ ഈ കട്ടച്ചോരയ്ക്ക് ഒരു ദുർഗന്ധമാണ്. അവൾക്ക് അതുവരെയും അത് ഒരു ദുർഗന്ധമായിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ ഒരു നിമിഷം അവളുടെ ഹൃദയം തുറന്നു. അതുവരെയും ഉണ്ടായിരുന്ന ദുർഗന്ധം അവൾക്ക് പെട്ടെന്ന് ഒരു സുഗന്ധ തൈലത്തിൻ്റെ വാസനയായി. കാരണം അവളുടെ ശിക്ഷാവിധി നടപ്പാക്കിയിരിക്കുന്നു. കവികൾ മറ്റും എഴുതി, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ. എന്ത് മനോഹരമായ വരികളാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മൂവി കണ്ടിട്ടില്ലേ? യേശുവിനെ കുരിശിൽ ആണിയടിച്ച് ഇങ്ങനെ നാട്ടി നിർത്തുന്ന ഒരു സീനുണ്ട്. ഈ സ്ത്രീയും യേശുവിനെ നോക്കി. അവളുടെ ഹൃദയം തകർന്നു. ഇവൻ കേവലം ഒരു തച്ചൻ്റെ മകനല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആ തോളിൽ വീണ് കിടക്കുന്ന ആ ഷാളെടുത്ത് ഇങ്ങനെ തലയിലോട്ട് ഇടുന്ന ഒരു സീനുണ്ട്. രോമാഞ്ചം കൊള്ളാതെ ഇതൊക്കെ കാണാൻ പറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ബറബ്ബാസായിരുന്നു. വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയതിന് തടവറയിൽ കഴിയുകയായിരുന്നു. എൻ്റെ മരണശിക്ഷയും കാത്ത്. തെറ്റ് ചെയ്തു പോയി. ഞാൻ ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ്. ബറബ്ബാസ് താന്തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കുറ്റബോധം. ഒന്നും വേണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തെ ഒന്ന് അവസാനമായി കാണാൻ ഒരു മോഹം. എനിക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? അറിയാം, റോമൻ ഭരണകൂടമാണ്. അധികം വൈകാതെ എനിക്ക് മരണശിക്ഷയാണ്. എങ്കിലും ആശയ്ക്ക് വകയുണ്ടോ എന്നറിയാൻ കാവൽ ഭടന്മാരോട് ഇടയ്ക്ക് ഒന്ന് ചോദിക്കും. അവരും കൂടെയുള്ള തടവുകാരും കളിയാക്കിക്കൊണ്ട് പറയും, എടാ മണ്ട, നീ കുറ്റം ചെയ്തു പോയി, അത് എങ്ങനെ തിരുത്താൻ പറ്റും? എന്നും കാലത്ത് എൻ്റെ ചീട്ട് വീണോ എന്ന ഭയത്തിലാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അതാ ഭടന്മാർ വന്ന് എന്നെ തട്ടി ഉണർത്തിയിരിക്കുന്നു. എനിക്ക് ഒന്നുറപ്പായി, ഇന്നാണ് എൻ്റെ മരണ ദിവസം. എന്നാൽ ആശ്ചര്യമെന്ന് പറയട്ടെ, അവർ എന്നെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി പീലാത്തോസിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ചങ്ങല അഴിച്ചിരിക്കുന്നു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നോട് പൊയ്ക്കൊള്ളാൻ പറയുന്നു. ഞാൻ സ്വതന്ത്രനാണ് എന്ന വിധി വന്നിരിക്കുന്നു. ഞാൻ കൂട് തുറന്നു വിട്ട കിളിയെപ്പോലെ സ്വാതന്ത്ര്യം അനുഭവിച്ചു. ഞാനും മനസ്സിൽ ചോദിച്ചു, അപ്പോൾ എൻ്റെ ശിക്ഷാവിധി എവിടെ? ഞാൻ പ്രത്തോറിയത്തിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ ഒരുവൻ ചങ്ങലകളാൽ ബന്ധിതനായി എനിക്ക് എതിർവശത്ത് നിന്നും മുകളിലോട്ട് കയറി വരുന്നു. ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. മുഷ്ടി ചുരുട്ടി ഇടിച്ചതിനാൽ അവൻ്റെ ചുണ്ട് വീർത്ത് പൊട്ടിയിരിക്കുന്നു. മുഖത്താകെ തുപ്പലേറ്റിരിക്കുന്നു. അവൻ മെല്ലെ പറയും പോലെ എനിക്ക് തോന്നി, സമാധാനത്തോടെ പോവുക. ആ കണ്ണിൽ വേദനയ്ക്ക് പകരം ഞാൻ കണ്ടത് അടങ്ങാത്ത സ്നേഹമാണ്. പാപിക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന മഹാസ്നേഹം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയ ദൈവജനമേ, നിങ്ങളെയും ഞാൻ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള മഹാജ്ഞാനികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യർ കാണിച്ചു കൂട്ടുന്നതിന് ഇവിടെ വെച്ച് തന്നെ പകരം കൊടുക്കട്ടെ എന്ന്. നമ്മൾ കാണിച്ചു കൂട്ടിയ മറുതലിപ്പിന് ദൈവം കൊടുത്ത ശിക്ഷ കാണണമെങ്കിൽ എന്നോടൊപ്പം ഈ കുന്നിലേക്ക് കയറി വരൂ സുഹൃത്തെ. നിങ്ങൾ ലോകരാജ്യങ്ങൾ കണ്ടു, പക്ഷെ കാണാതെ വിട്ടുപോയ ഒരു ചെറിയ കുന്നുണ്ട്. നിങ്ങൾ പഴയ നിയമം വായിച്ചാൽ കാണാം, ദൈവം ചെറിയ തെറ്റിന് പോലും കഠിന ശിക്ഷ കൊടുത്തിരുന്നു മനുഷ്യർക്ക്. ആ ദൈവം ഇപ്പോൾ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ദൈവം നമ്മോടുള്ള കലിപ്പ് മുഴുവൻ ചെയ്തു തീർത്ത ഒരു സ്ഥലമുണ്ട് പ്രിയരെ. യെശയ്യാ 52:14. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല.
ക്രൂശീകരണത്തിൻ്റെ ഭയാനകതയെ പറ്റിയൊന്നും വിവരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മൂവിയൊക്കെ കണ്ടതല്ലേ? അവൻ്റെ ശരീരത്തിൽ ഇറച്ചിയില്ലായിരുന്നു. എല്ലും പേശികളും തുറന്നു കാണത്തക്ക വിധത്തിലായിരുന്നു അവനെ ക്രൂശിച്ചത്. ദൈവത്തിന് സ്തോത്രം. ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് കുറ്റബോധത്തോടെ എന്നെ കേൾക്കുന്ന അനേകം പേര് ഉണ്ടായിരിക്കാം. സ്വന്തം അപ്പനെ അടിച്ചു കൊന്നവർ ഒരു ക്ഷിപ്രകോപത്തിൻ്റെ തള്ളലിൽ ചെയ്തുപോയി. അടിക്കണമെന്ന് വെച്ചതല്ല, കൊല്ലണമെന്ന് വെച്ചതല്ല, പക്ഷേ പറ്റിപ്പോയി. അപ്പൻ മരിച്ചുപോയി. ഇനി അത് എങ്ങനെ തിരുത്താൻ പറ്റും? നിങ്ങൾ ഷേക്സ്പിയറിൻ്റെ മക്ബത്ത് വായിച്ചിട്ടുണ്ടോ? രാജാവായിരുന്ന ഡൻകനെ കൊല്ലാൻ ലേഡി മക്ബത്ത് തൻ്റെ ഭർത്താവിനെ പ്രേരിപ്പിച്ചു. കൊല നടത്തി കുറ്റബോധത്തോടെ ഇരുന്ന മക്ബത്ത് പറഞ്ഞു, സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കൊണ്ടുവന്ന് കഴുകിയാലും ഈ ചോരക്കറ പോകില്ല. ലേഡി മക്ബത്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ഒരൽപ്പം വെള്ളം കൊണ്ട് കഴുകിയാൽ തീരാവുന്ന കറയേ ഉള്ളൂ. നിങ്ങൾക്ക് ശേഷം പിന്നെ അവസാനം കാണാം ലേഡി മക്ബത്ത് ഒരു മുഴുഭ്രാന്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അവൾ കയ്യിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ചോരപ്പാട്. ഒരു വട്ടം ഒന്ന് തുടച്ചു നോക്കി, പോകുന്നില്ല. വീണ്ടും തുടച്ചു, ചോരയുടെ മണം. അങ്ങനെ തുടരെ തുടരെ തുടച്ചുകൊണ്ടേയിരുന്നു. സ്ലീപ്പ് വാക്കിങ്ങിൽ അവൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ ദിസ് ലിറ്റിൽ ഹാൻഡ്. അറേബ്യയിലെ ഒരു സുഗന്ധ തൈലത്തിനും ഈ ചോരക്കറയുടെ ഗന്ധം കളയാൻ പറ്റില്ല. പാപം ചെയ്യുമ്പോൾ തോന്നും ഒരൽപ്പം വെള്ളം കൊണ്ട് കഴുകിയാൽ തീരാവുന്ന കറയേ ഉള്ളൂ. പക്ഷെ പൈശാചികനകത്ത് കടന്നു വരും, ആമപ്പൂട്ടിട്ട് ബന്ധിച്ച് കളയും, മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തും. മനസ്സാക്ഷിക്കുത്ത് കാരണം വലിയ ഡിപ്രഷനിലേക്ക് പൈശാചികൻ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും. ദൈവത്തിൻ്റെ സ്തോത്രം. മോഷണത്തിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്നവരുണ്ട്. കുഞ്ഞു കുട്ടികളോട് വൈകൃതം കാണിച്ചിട്ട് പിടിയിലായവരുണ്ട്. ചെയ്യരുത് എന്നുണ്ട്, തെറ്റാണെന്നറിയാം, പക്ഷേ ഒരവസരം വരുമ്പോൾ ചെയ്തു പോകുന്നു. ആരോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു ദുരാത്മസേനയുണ്ടെന്ന് നിനക്ക് അറിയാമോ? ലോകം ഒരിക്കലും നിൻ്റെ തെറ്റ് പൊറുക്കില്ല. പക്ഷേ യേശു നിൻ്റെ ആ പാപം ഏറ്റെടുത്ത് നിൻ്റെ ശിക്ഷാവിധി ഒഴിവാക്കി എന്ന് അറിയുന്നുണ്ടോ? കയറി വരുവിൻ. ലോകത്തിലെ ഒരു സമുദ്രത്തിലെ ജലത്തിനും നിൻ്റെ പാപത്തിൻ്റെ കറ കഴുകിക്കളയാൻ പറ്റില്ല. എന്നാൽ നിൻ്റെ പാപക്കറ മായ്ക്കാൻ കഴിവുള്ള ഒന്നുണ്ട്, ഒന്നും മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ തിരുരക്തം. നിൻ്റെ പാപങ്ങൾ അവൻ്റെ ചോരയാൽ കഴുകിക്കളഞ്ഞാട്ടെ. നിൻ്റെ മനസ്സിലെ ആ കുറ്റബോധം, ആ പൈശാചിക ബന്ധനം എല്ലാം അവൻ കഴുകിക്കളഞ്ഞ് നിനക്ക് വീണ്ടും ആരോഗ്യം തരും. യെശയ്യാ 1:18. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ അക്വേറിയത്തിൽ കിടക്കുന്ന സക്കർ മീൻ കണ്ടിട്ടുണ്ടോ? ഒരു കറുത്ത ചെറിയൊരു മീൻ. ആ അക്വേറിയത്തിലെ എല്ലാ ചെളിയും അതിങ്ങനെ വലിച്ചെടുത്ത് അക്വേറിയത്തിൻ്റെ ചില്ല് ക്ലീനാക്കി തരുന്നത്. നിങ്ങൾ കുരിശൻ ചൂട്ടിലേക്ക് ഇന്ന് വരുമെങ്കിൽ നിൻ്റെ പാപങ്ങൾ, രോഗങ്ങൾ, ശാപങ്ങൾ എല്ലാം അവൻ വലിച്ചെടുക്കും. ചിലരെല്ലാം വലിയ ശാപത്തിന് കീഴിലാണ്. എന്ത് ചെയ്താലും ഗുണം പിടിക്കില്ല, ഒരു കൈപുണ്യവും ഇല്ലാത്ത ആളുകൾ എന്നൊക്കെ പറയും. ചില വീടുകളിൽ തുടരെ തുടരെ മരണങ്ങൾ, ഒരു പ്രത്യേക പാറ്റേണിലുള്ള രോഗങ്ങൾ തലമുറയായി. ഇതൊക്കെ ശാപത്തിൻ്റെ ലക്ഷണങ്ങളാണ്. കുരിശൻ ചുവട്ടിലേക്ക് കടന്നു വരുവിൻ. പൈശാചികൻ്റെ കയ്യിൽ നിന്നും നിന്നെ വിടുവിച്ച് അവൻ മാറോട് ചേർത്ത് പിടിച്ച് നിന്നെ മകനെ, മകളെ എന്ന് വിളിക്കും. നിൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ എല്ലാം മായ്ച്ചു തരും. പിശാച് അലറിക്കരഞ്ഞ ഒരേ ഒരു ഇടമേ ഉള്ളൂ. അത് നിങ്ങൾ കരുതും പോലെ പുണ്യസ്ഥലങ്ങളോ ആരാധനാലയങ്ങളോ പള്ളികളോ ഒന്നുമല്ല, ഗോൽഗോഥ മലയാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി ഇടതിൻ്റെ മകനായ നിന്നെ വലതിൻ്റെ മകനാക്കി മാറ്റിയ ഒരിടം. ദൈവത്തിൻ്റെ സ്തോത്രം. നിൻ്റെ 100-ൽ 0 മാർക്ക് കിട്ടിയ ആ ജീവിതത്തിൻ്റെ ആൻസർ ഷീറ്റ് വലിച്ചെടുത്തിട്ട് 100-ൽ 100 മാർക്ക് കിട്ടിയ ഒരു ആൻസർ ഷീറ്റ് കർത്താവ് നിൻ്റെ കയ്യിലേക്ക് വെച്ച് തരും. അധികം നീട്ടുന്നില്ല. ഒരു വചനം കൂടി പറഞ്ഞു നിർത്തട്ടെ. 1 യോഹന്നാൻ 1:7. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.